worship Thank you. you, Jesus. Let these thoughts renew us today, beloved. പ്രിയമുള്ളവരെ, ഈ ചിന്തകൾ നമ്മളെ ഇന്ന് രാത്രി Let this will have a right understanding and a right concept about praise and worship. അതുകൊണ്ട് ശരിയായ ഒരു അറിവും ശരിയായുള്ള ഒരു മനസ്സിലാക്കലും ഈ ആരാധനയും സ്തുതിയെ കുറിച്ചും നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. One of the promises that God has given about the end time church is that the church in these last days would be a glorious church. ഈ അവസാന ദിവസങ്ങളിൽ ദൈവം എഴുന്നേൽപ്പിക്കുന്ന പണിയുന്നതായിട്ടുള്ള സഭയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് മഹത്വമുള്ള ഒരു സഭയായിരിക്കും. The Bible says that Jesus Christ is coming back for a glorious church without spot and wrinkle. കറ ചുളുക്കം വാട്ടം മാലിന്യം ഒന്നുമില്ലാത്ത മഹത്വമുള്ള ഒരു സഭയെ ചേർക്കുവാനാണ് യേശുക്രിസ്തു രണ്ടാമതും വരുന്നതെന്നാണ് വിശുദ്ധ ബൈബിളിൽ In പറയുന്നത്. other words, Jesus Christ is coming back, and he is coming back for a restored, glorious body of believers. വേറെ പറഞ്ഞ കർത്താവായ യേശുക്രിസ്തു രണ്ടാമത് വരാൻ വരുന്നത് യഥാസ്ഥാനപ്പെട്ട മഹത്വമുള്ള തന്റെ സഭയെ ചേർക്കുവാനായാണ് വരാൻ പോകുന്നത്. In the book of Acts, chapter 15, അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായത്തിൽ and verse 17, 17-ാമത്തെ വാക്യം, there is a verse there which talks about a restoration. അവിടെ യഥാസ്ഥാനത്തെ കുറിച്ച് പറയുന്ന ഒരു വാക്യമുണ്ട്. The book of Acts, chapter 15, verse 17. And so all the 15-17. And so all the rest of mankind will come to me, all Gentiles whom I have called to be my own. അനന്തരം ഞാൻ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും. 15-17 വാക്യം നോക്കണം. വീണ്ടും പണിയും, അതിനെ നിവർത്തും, മനുഷ്യരിൽ ശേഷിച്ചവരും എന്റെ നാമം വിളിച്ചിരിക്കുന്ന സകല ജാതികളും കർത്താവിനെ അന്വേഷിക്കും എന്ന് ഇത് പൂർവ്വകാലം മുതൽ അറിയിക്കുന്ന കർത്താവ് അരുളി ചെയ്തിരിക്കുന്നത് എഴുതിയിരിക്കുന്നുവല്ലോ. Now the scripture says in verse 16, after this I will return and will build again the tabernacle of David. അനന്തരം ഞാൻ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും. Now many people do not know what is the tabernacle of David. അനേക ആൾക്കാർക്കും ദാവീദിന്റെ കൂടാരം എന്ന് പറയാൻ എന്താണെന്ന് അറിഞ്ഞുകൂടാ. If you ask anybody tabernacle, they would say, yes, we know the tabernacle of Moses. ആരോടൊക്കെ കൂടാരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ പെട്ടെന്ന് പറയും, ഞങ്ങൾക്ക് അറിയാം മോശയുടെ കൂടാരത്തെ കുറിച്ച് ഞങ്ങൾക്ക് But അറിയാം. many people do not know that there is a tabernacle of David in the Bible. വേദപുസ്തകത്തില് ദാവീദിന് ഒരു കൂടാരം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് പല ആൾക്കാർക്ക് പറഞ്ഞുകൂടാ. Yeah, here the Lord says, the Lord will restore the tabernacle of again in these last days as it happened in the olden days. കഴിഞ്ഞ കാലങ്ങളിൽ പഴയ കാലത്ത് സംഭവിച്ചതുപോലെ Yeah. ദാവീദിന്റെ വീട് പോയ കൂടാരത്തെ ഈ അന്ത്യനാളിൽ കർത്താവ് വീണ്ടും നിവർത്തും. So it's good for us to just get a little idea about the tabernacle of David. അതുകൊണ്ട് ദാവീദിന്റെ കൂടാരത്തെ കുറിച്ച് ഒരു അല്പ അറിവ് ലഭിക്കുന്നത് നല്ലതാണ്. You have a duster? Duster, no? There is a sponge. This is it. മോശ സമാഗമന കൂടാരം പണിതപ്പോൾ അഭിപ്രായമായിരുന്നു. Okay. The tabernacle of Moses. ഇത് മോശയുടെ സമാഗമന കൂടാരമാണ്. As we read the book of 1 Samuel chapter 4, 1 ശമൂവേൽ 4-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ we read that the children of Israel, when they disobeyed God, God did something in the midst of the children of Israel. ദൈവജനമാകുന്ന ഇസ്രായേല് ദൈവത്തോട് അനുസരണക്കേട് കാട്ടിയപ്പോൾ ദൈവം ചില കാര്യങ്ങൾ അവിടെ ചെയ്തായിട്ട് കാണാൻ സാധിക്കും. We see that the two children or sons of Eli took the ark of the covenant and went into a battle with the Philistines. ഏലിയുടെ രണ്ട് മക്കളായ ഹൊഫ്നിയും ഫിനെഹാസും ദൈവത്തിന്റെ പെട്ടകമാകുന്ന ഈ പെട്ടകം എടുത്തുകൊണ്ട് ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യുവാനായിട്ട് പോയി. And we see that when they went into battle, the Philistines destroyed the children of Israel and also took away the ark of the covenant as a captive. അവിടെ നമ്മൾ കാണുന്നത് ഫെലിസ്ത്യരുമായിട്ടുള്ള യുദ്ധത്തില് പല ഇസ്രായേലിയരെ ഫെലിസ്ത്യര് കൊന്നതിനു ശേഷം ദൈവത്തിന്റെ സാന്നിധ്യമാകുന്ന ഈ പെട്ടകം അവര് പിടിച്ചെടുത്തോണ്ട് പോയി. So as we have seen already in our last meeting, I think, കഴിഞ്ഞ മീറ്റിംഗിൽ നമ്മൾ കണ്ടതുപോലെ they had the tabernacle of Moses, അവർക്ക് മോശയുടെ കൂടാരം ഉണ്ടായിരുന്നു എങ്കിലും but they did not have the ark of the Lord. ദൈവത്തിന്റെ പെട്ടകം അവിടെ ഇല്ലായിരുന്നു. So this was the tabernacle of Moses afterwards. അതിനുശേഷം മോശയുടെ കൂടാരം ഈ വിധത്തിലായിരുന്നു. And afterwards, അതിനുശേഷം after several years, അനേക വർഷങ്ങൾക്ക് in ശേഷം the days of David, ദാവീദിന്റെ കാലത്ത് David had a strong desire to bring the ark back to the house of Israel. ദാവീദിന് ദൈവത്തിന്റെ പെട്ടകം ഇസ്രായേലിലേക്ക് തിരികെ കൊണ്ടുവരണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായി. So when he inquired the Lord, ദൈവത്തോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ we
know he also made a mistake when he did not inquire to the Lord. നമുക്കറിയാം ദൈവത്തോട് ചോദിക്കാതെ പെട്ടെന്ന് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ ആ ശ്രമിച്ചതിലൂടെ ഒരു തെറ്റ് ദാവീദ് We ചെയ്തതായി have already seen that last time. കഴിഞ്ഞ പ്രാവശ്യം അത് നമ്മൾ മനസ്സിലാക്കിയതാണ്. But afterwards, അതിനുശേഷം the Lord showed him how to bring the ark. ദൈവം ദാവീദ് എങ്ങനെ പെട്ടകം തിരികെ കൊണ്ടുവരണം എന്നവരെ കാണിച്ചു കൊടുത്തു. And when he brought the ark of Israel back, it was not brought back to the old tabernacle of Moses. ഈ പെട്ടകം തിരികെ കൊണ്ടുവന്നപ്പോൾ ദാവീദ് മോശയുടെ കൂടാരം ഉണ്ടായിരുന്ന സ്ഥലത്തേക്കല്ല തിരികെ കൊണ്ടുവന്നത്. But God instructed David to bring it and keep it in a shamiana. ദൈവം ദാവീദിനോട് പറഞ്ഞത്, നീ പെട്ടകം തിരികെ കൊണ്ടുവന്നിട്ട് പർവ്വതത്തിന്മേൽ ഒരു കൂടാരം അടിച്ച് കൂടാരത്തിനകത്ത് വെക്കണമെന്നാണ് പറഞ്ഞത്. So this was the tabernacle of David. ഇതാണ് ദാവീദിന്റെ കൂടാരം. In other words, വേറെ പറ്റി പറഞ്ഞാൽ we see that the ark of God was kept in a simple shamiana. ദൈവത്തിന്റെ പെട്ടകം ഒരു സാധാരണ കൂടാരത്തിലാണ് വെച്ചിരുന്നതാണ്. There is no ceremonialism here. ഇവിടെ യാതൊരു ചടങ്ങാചാരങ്ങളും നടക്കുന്നില്ല. You know, there is no ceremonialism, and everyone was accessible to the ark of the covenant. വേറെ പറ്റി പറഞ്ഞാൽ എല്ലാവർക്കും തന്നെ ഇതിന്റെ അടുക്കലേക്ക് ചുറ്റുമരാനായിട്ട് കഴിയുമായിരുന്നു. When we look at the tabernacle of Moses, listen carefully. ശ്രദ്ധിച്ച് കേൾക്കണം. ഈ മോശയുടെ കൂടാരത്തെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ Only once in a year the high priest can go, isn't it? വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതന് മാത്രമേ ഇവിടേക്ക് വരാൻ കഴിയുള്ളായിരുന്നു. But now here, എന്നാൽ ഇവിടെ it was kept in a simple tent, ഒരു സാധാരണയുള്ള കൂടാരത്തിലാണ് അത് വെച്ചിരിക്കുന്നത്. and everyone could come there. എല്ലാവർക്കും അവിടെ വരാമായിരുന്നു. There was no covering there. അവിടെ യാതൊരു കവറിംഗും ഇല്ലായിരുന്നു. Yeah, and all could come and sing and worship the Lord. എല്ലാവർക്കും വന്ന് ദൈവത്തിലൂടെ പാട്ട് പാടാമായിരുന്നു. And what else did David do? ഈ ദാവീദ് എന്തൊക്കെയാണ് ചെയ്തത്? He appointed hundreds of men to sing and worship the Lord with instruments. ദാവീദ് ദൈവത്തിന്റെ സന്നിധിയിൽ ഉപകരണങ്ങളോടെ പാടാൻ തക്കോണം 100 കണക്കിന് ആൾക്കാരെയും As we read the book of Chronicles, we read how David appointed many men to an orchestra even to sing and praise and worship the Lord 24 hours. ദിനവൃത്താന്തങ്ങൾ നമ്മൾ വായിക്കുന്നത് പോലെ ദാവീദ് എങ്ങനെയാണ് ആൾക്കാരെ ദൈവത്തിന് വേണ്ടി പാട്ട് പാടാനായിട്ട് നിയമിച്ചതെന്നത് കാണുവാൻ സാധിക്കും. And we can see many of the psalms. It was a thing that David sang unto the Lord in this very place. ദാവീദ് എഴുതിയിട്ടുള്ള പല സങ്കീർത്തനങ്ങളും ഇവിടെ വെച്ചാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. So we see this is called the tabernacle of David. ഇതാണ് ദാവീദിന്റെ കൂടാരം. So James says here, the tabernacle of David will be raised up again. യാക്കോബ് ഇവിടെ പറയുന്നത് ദാവീദിന്റെ കൂടാരത്തെ വീണ്ടും പണിയുമെന്നാണ്. I believe that the Lord is going to restore the true praise and worship in these last days as in the days of David. ഞാൻ വിശ്വസിക്കുന്നു ദാവീദിന്റെ കാലത്തെ പോലെ തന്നെ ശരിയായ സ്തുതിയും ആരാധനയും ഈ അന്ത്യകാലത്ത് ദൈവം യഥാസ്ഥാനപ്പെടുത്താൻ പോവുകയാണ്. And I believe that in these last days the Lord is going to truly bring a people into a true praise and worship. ഈ ദിവസങ്ങളിൽ സത്യമായി തന്നെ അനുഗമിക്കുന്നതായുള്ള ജനത്തിൽ നിന്ന് ജനത്തെ കൊണ്ട് സത്യമായിട്ട് യഥാർത്ഥമായിട്ട് തന്നെ ആരാധിപ്പിക്കുന്ന സ്തുതിക്കുന്ന ഒരവസ്ഥയിലേക്ക് ദൈവം തന്നെ ജനത്തെ The Father is looking for those worshippers who shall worship him in spirit and in reality. സത്യത്തിലും ആത്മാവിലും തന്നെ ആരാധിക്കണം എന്നുള്ളതാണ് പിതാവായ ദൈവം ഇച്ഛിക്കുന്നത് എന്ന് ബൈബിൾ പറയുന്നുണ്ട്. So there is a real word of restoration in God's word. ദൈവവചനത്തിൽ വളരെയധികം നല്ല യഥാസ്ഥാനത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. And the Lord would like to do that even in our midst in these days. ഈ ദിവസങ്ങളിൽ നമ്മുടെ മധ്യയിൽ ആ യഥാസ്ഥാനം ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. As I have said in the morning, ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞതുപോലെ my people perish for lack of knowledge. പരിജ്ഞാനമില്ലായ്കയാൽ എന്റെ ജനം മര്യാദ വിട്ട് നടക്കുന്നു, നശിച്ചു പോകുന്നു. Yeah, and I believe that we need understanding, we need enlightening from God. നമുക്ക് ദൈവവചനത്തിലുള്ള അറിവും ദൈവവചനത്തെ പ്രകാശിച്ചു കിട്ടുന്ന ഒരു അവസ്ഥയിലുള്ള Psalm 102 and verse 18. 102 സങ്കീർത്തനം 18 വാക്യം. Psalm 102 and verse 18. വരുവാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി ഇത് എഴുതി വയ്ക്കും, സൃഷ്ടിക്കപ്പെടുവാനുള്ള ജനം യഹോവയെ സ്തുതിക്കും. This shall be written for the generation to come, and the people which shall be created shall A praise the people Lord. which shall be created shall Praise the Lord. praise the Lord. സൃഷ്ടിക്കപ്പെടുവാനുള്ള ജനം യഹോവയെ സ്തുതിക്കും. A people that shall be created shall worship or praise the Lord. സൃഷ്ടിക്കപ്പെടുവാനുള്ള ജനം യഹോവയെ സ്തുതിക്കും. And I believe today God is creating a people who shall praise him
and worship Him in spirit and in truth. ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തെ യഥാർത്ഥമായി ഹൃദയത്തിൽ ആത്മാവിൽ God there in the midst of God's people. യഥാർത്ഥ സഭയുടെ ശരിയായ ഒരു അടയാളം എന്താണെന്ന് ചോദിച്ചാൽ സത്യ ദൈവത്തിന്റെ സത്യ സാന്നിധ്യമാണ്. The presence of God. ദൈവത്തിന്റെ സാന്നിധ്യം. Now, in order to have the presence of God, we need to be a people of praise and worship. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യേ വേണമെന്നുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്ത ജനവാദമാണ്. Now we see in the Psalms, our God is a God who dwelleth in the praises of Israel. നാം കാണുന്നുണ്ട് ഇസ്രായേലിന്റെ സ്തുതികളിന്മേലാണ് നമ്മുടെ കർത്താവ് വസിക്കുന്നതെന്ന്. Yeah, and if we want to have a real manifestation of God and His presence in our midst, we need to be a people of true praise and worship unto our God. ദൈവത്തിന്റെയും ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെയും യഥാർത്ഥമായ ഒരു പ്രകടനം നമ്മുടെ മധ്യേ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നാം കർത്താവിനെ ഹൃദയംഗമായി ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്ത ജനമായി മാറിയെങ്കിൽ മാത്രമേ We need to know that a true praise brings in the presence of God in our lives individually and also corporately. ഏകമായിട്ടും വ്യക്തി മൊത്തമായിട്ടും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യയിലെ കൊണ്ടുവരുന്ന ഏക മുഖാന്തരം കർത്താവിനെ സ്തുതിക്കുക ആരാധിക്കുക എന്നുള്ളത്. Praise is a wonderful key to enter into areas of victories in our spiritual life. നമ്മുടെ ആത്മീക ജീവിതത്തിൽ അടഞ്ഞു കിടക്കുന്ന പല ഭാഗങ്ങളും തുറക്കുവാനുള്ള താക്കോലാണ് സ്തുതി എന്ന് പറയുന്നത്. Put this key and many doors which seem to be shut will begin to open. ഈ താക്കോൽ ഇട്ട് നോക്കുക, അടയപ്പെട്ടിരുന്ന പല വാതിലുകളും നിങ്ങളുടെ മുമ്പാകെ തുറക്കപ്പെടും. That is God's promise to us. അതാണ് ദൈവത്തിന് നമ്മളുടെ വാഗ്ദത്തം. Yeah, there are many doors that seem to be shut and seem to be so hard before, but when we begin to apply this key of praise in our lives, they will begin to open before us. അടയപ്പെട്ടതെന്നും ഒരിക്കലും തുറക്കാൻ സാധ്യമല്ല എന്നും തോന്നുന്നതായുള്ള വാതിലുകൾ നിങ്ങളുടെ മുമ്പാകെ കാണുമ്പോൾ ഈ സ്തുതിയാകുന്ന താക്കോൽ എടുത്തിട്ട് നോക്കൂ, ഉപയോഗിക്കൂ. ആ വാതിലുകളും ഒക്കെ നിങ്ങളുടെ മുമ്പാകെ തുറക്കപ്പെടുന്നതാണ്. Now, this night I want to share with us, first of all, 3 reasons why we should praise our Lord in our coming together and also in our individual life. വ്യക്തിപരമായി നമ്മൾ ഒന്നിച്ചു കൂടുമ്പോൾ എന്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം എന്നുള്ളതിന് 3 കാരണങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പാകെ ആദ്യമായി. Number 1 reason, ആദ്യത്തെ കാരണം why we should praise our God is it is a spiritual sacrifice that we are to bring to the Lord. ദൈവത്തിന്റെ മുമ്പാകെ നാം കൊണ്ടുവരുന്നതായിട്ടുള്ള ആത്മീക യാഗമാണ് സ്തുതി എന്നുള്ളത്. അത് നമ്മൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. 1 Peter chapter 2 verse 5. Someone please read both in English and in Malayalam. 1 പത്രോസ് Chapter 2 verse 5. 5-ാമത്തെ വാക്യം. You also as living stones are being built up as a spiritual house for a holy priesthood to offer up spiritual sacrifices acceptable to God through Jesus Christ. Yeah. നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്നപോലെ ആത്മീയ ദൃഢമായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിനെ പണിയപ്പെടുന്നു. Yeah, the Bible says that we are also priests unto God. വേദപുസ്തകം പറയുന്നത് നാമും ദൈവത്തിന്റെ പുരോഹിത വർഗമാണെന്നാണ്. We read also in verse 9 of the same chapter. അതേ അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ നിങ്ങളും അന്ധകാരത്തിൽ തന്നെ തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന് സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുത്ത ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു എന്നും കാണുന്നു. So we need to realize that each believer in the body, we are called to be priests unto God. ദൈവത്തിന്റെ സഭയിലുള്ള ഓരോ വിശ്വാസിയും ദൈവത്തിന്റെ പുരോഹിതന്മാരാകുവാൻ വിളിക്കപ്പെട്ടവരാണ്. Each one of us, എല്ലാവരും, ഓരോ വ്യക്തി, irrespective of what language we speak, we all are called to be priests unto our God. നമ്മുടെ ഭാഷ എന്തായിരുന്നാലും ശരി, ദൈവം നമ്മളെ ദൈവത്തിന്റെ പുരോഹിതന്മാരാകുവാൻ വിളിച്ചിരിക്കുകയാണ്. You know that in the backgrounds we come from teaches that there are priests there in their own uniform, in their own responsibilities to do something unto God. ചില കാര്യം ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ യൂണിഫോമിലുള്ള ചില ആൾക്കാർ അച്ഛന്മാരായി അല്ലെങ്കിൽ പുരോഹിതന്മാരായി ഉണ്ടായിരിക്കും എന്നാണ് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലായിരുന്ന സഭകൾ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. But this Bible says that ye are priests unto God and you are to offer spiritual sacrifices to God. The Bible says. എന്നാൽ വേദപുസ്തകം പറയുന്നത് നിങ്ങൾ വിശുദ്ധ പുരോഹിതന്മാരാണെന്നും ദൈവത്തിന് നിങ്ങൾ അർപ്പിക്കുന്ന യാഗം ആത്മീയ യാഗം, സ്തുതി എന്ന ആത്മീയ യാഗം ആയിരിക്കണമെന്നും വേദപുസ്തകം പഠിപ്പിക്കുന്നു. Now we know that many people when they come together they say, now let us sing a few songs. ചില ആൾക്കാർ പറയാറുണ്ട്, നമുക്ക് ഒന്നിച്ച് കൂടുമ്പം ശരി നമുക്ക് ചില പാട്ടുകൾ പാടാം.
So people think singing songs is worship. ചില ആൾക്കാർ ചിന്തിക്കുന്നത് ഈ പാട്ട് പാടുന്നത് ആരാധന എന്നാ. It is not so. അങ്ങനെയല്ല. എന്നാൽ Singing songs is singing songs. പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ പാട്ട് പാടുക തന്നെയാണ്. Praising is praising the Lord. സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ സ്തുതിക്കുകയാണ്. And worship is worshiping the Lord. ആരാധന ആരാധിക്കണം. Now these things we should know in the right way. ഇതിന്റെ ശരിയായ രീതിയിൽ ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതായിരുന്നു. You know, if you go to some places, ചില ആളുകൾ പോവുകയാണെങ്കിൽ people say like this, ആൾക്കാർ ഇങ്ങനെ പറയും, പാട്ടൊക്കെ തുടങ്ങട്ടെ അല്ലേ, പാട്ടൊക്കെ തുടങ്ങട്ടെ, നമുക്ക് കുറച്ച് വേണ്ടെങ്കിൽ. See, that kind of attitude and mentality is not right. അങ്ങനെയുള്ളതായിട്ടുള്ള മനോഭാവവും ചിന്താഗതിയും ശരിയല്ല. Oh, we need to know that, we are not just singing songs, but we are to bring spiritual sacrifices to our God. നാം വെറുതെ അങ്ങ് പാടാനായിട്ടുള്ളവരല്ല, പിന്നെയോ നാം ദൈവത്തിന് മുമ്പാകെ ആത്മീയ യാഗം കഴിക്കാനുള്ള വിശുദ്ധ പുരോഹിതന്മാരാണ്. Every born again child of God, each one we need to bring sacrifices, spiritual sacrifices to our Lord. നമ്മുടെ ജീവനുള്ള ദൈവത്തിന് ആത്മീയ യാഗം കഴിക്കാനായിട്ട് ബാധ്യസ്ഥരാണ് ഓരോ വീണ്ടും ജനിച്ച വിശ്വാസി. We cannot come to God empty-handed. ദൈവത്തിന്റെ അടുക്കൽ നാം ഒരിക്കലും വെറും കൈയായിട്ട് വരരുത്. That's not right for you. അത് നിങ്ങളുടെ ജീവിതം ഒരിക്കലും ശരിയല്ല. You are a priest unto God. നിങ്ങൾ ദൈവത്തിന് പുരോഹിതന്മാരാണ്. Revelation chapter 1 and verse 6. വെളിപ്പാട് പുസ്തകം 1:6 വാക്യത്തിൽ നമ്മൾ കാണുന്നു, നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി തന്റെ രക്തത്താൽ വിടിവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന്. Praise the Lord. Chapter 5 and verse 10. Revelation 5 and verse 10. 5:10 വാക്യത്തിൽ ഞങ്ങളുടെ ദൈവത്തിന് അവർ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു, അവർ ഭൂമിയിൽ വാഴുന്നതിന് പുതിയ പാട്ട് അവർ പാടും. Praise the Lord. The Bible very explicitly says that we have been called to be priests unto our God. വേദപുസ്തകം വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നു, നാം ദൈവത്തിന് പുരോഹിത വർഗമാകുവാൻ വിളിക്കപ്പെട്ടവരാണ്. In the Old Testament, പഴയ നിയമത്തിൽ we see that the priests always brought sacrifices to the Lord in the tabernacle or in the temple. ആലയത്തിൽ അല്ലെങ്കിൽ സമാഗമന കൂടാരത്തിൽ പുരോഹിതന്മാർ എപ്പോഴും യാഗങ്ങൾ കൊണ്ടുവന്നതായിട്ട് അർപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ They കഴിയും. always brought sacrifices. അവരെപ്പോഴും യാഗങ്ങൾ കൊണ്ടുവന്നിരുന്നു. Yeah, in the New Testament, we are also to bring sacrifices, but not goats and bulls, but we are to bring spiritual sacrifices to our God. പുതിയ നിയമത്തിലും നാം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവത്തിന് നാം ആത്മീയ യാഗം കഴിക്കാനായിട്ട് എന്തെങ്കിലും കൊണ്ടുവരണമെന്നാണ്. കാളയും പശുവാടുമൊന്നുമല്ല, പിന്നെയോ ആത്മീയ യാഗം കഴിക്കുവാനായിട്ടുള്ള സ്തുതി സ്തോത്രങ്ങളുമായി കടന്നു We വരണം. read that in the book of Hebrews chapter 13 and verse 15. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ 15-ാമത്തെ വാക്യം നമ്മൾ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. Someone please read and help us. Let us then always offer praise to God as a sacrifice to Jesus when is the offering presented by lips that confess him as Lord. Yeah. അതുകൊണ്ട് അവൻ മുഖാന്തരം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരബലങ്ങൾ സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക. Right. Somebody read in King James, please. By him therefore let us offer the sacrifice of praise to God, certainly that is the fruit of our lips, giving thanks to his name. Yeah. The fruit of our lips we are to bring unto our God. അധരത്തിന്റെ ഫലമാണ് ദൈവത്തിന്റെ സന്നിധി നമ്മൾ വരുമ്പോൾ കൊണ്ടുവരേണ്ടത്. Yeah, so when we come to the new covenant worship, or when we come in the new covenant house of God, we do not bring any more natural animals, but we bring unto God spiritual sacrifices, even the fruit of our lips. പുതിയ നിയമത്തിന്റെ അല്ലെങ്കിൽ പുതിയ നിയമത്തിന്റെ സഭയില് പുതിയ നിയമ സഭയിലേക്ക് നാം കടന്നു വരുമ്പോൾ പഴയ നിയമത്തിൽ ചെയ്തതുപോലെ മൃഗങ്ങളെ ഒന്നുമല്ല ആവശ്യം, പിന്നെയോ ദൈവത്തിന് യാഗം അർപ്പിക്കുവാൻ ആത്മീയ യാഗം കഴിക്കുവാനുള്ള അധരബലം എന്ന സ്തോത്രം ആണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത്. We bring unto God fruit of our lips. നമ്മുടെ അധരങ്ങളുടെ ഫലം ദൈവത്തിന് മുമ്പാകെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. Do you know that when we come to the house of God, we need to come with a real gladness in our hearts. നിങ്ങൾക്കറിയാമോ, ദൈവത്തിന്റെ ആലയത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല സന്തോഷത്തോടെ വേണം നിങ്ങൾ വരാൻ. What is David saying about it? ദാവീദ് എന്താണ് പറയുന്നത്? I was glad when they said unto me, let us go unto the house of the Lord. യഹോവയുടെ ആലയത്തിലേക്ക് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു എന്നാണ്
സങ്കീർത്തനത്തിൽ You know, the പറയുന്നത് psalmist says that he was glad when people said, let us go unto the house of the Lord. ദൈവത്തിന്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് ദാവീദിനോട് ആൾക്കാർ പറഞ്ഞപ്പോൾ ദാവീദ് ഹൃദയത്തിൽ വളരെ സന്തോഷം ഉണ്ടായിരുന്നു. He was very happy to go to the house of the Lord. ദൈവത്തിന്റെ ആലയത്തിലേക്ക് പോകാൻ അവൻ വളരെ സന്തോഷമുള്ളവനായിരുന്നു. Today we see many people, people go to the house of God murmuring and complaining and, lot of things. വെറുത്തും പരാതി പറഞ്ഞും വാട്ടിയ മുഖത്തോടെയും ക്ഷീണിച്ചും നടന്നു നോക്കിയാൽ പലരും ദൈവത്തിന്റെ ആലയത്തേക്ക് ഇന്ന് പോകുന്നു. But we need to be a different brand of people. എന്നാൽ നാം അതിൽ നിന്ന് വ്യത്യസ്തമായ ജനമായിരിക്കണം. Yeah, we need to come to the house of God with such gladness in our hearts. നമ്മുടെ ഹൃദയത്തിൽ അത്രമാത്രം സന്തോഷത്തോടെ വേണം ദൈവാലയത്തിലേക്ക് കടന്നു Because വരുവാൻ. where are we going? കാരണം എവിടെയാണ് നമ്മൾ We are പോകുന്നത്? coming to meet with our eternal God in the house നിത്യനായ of God. ദൈവത്തെ സന്ധിക്കാൻ വേണ്ടി നമ്മുടെ ദൈവസന്നിധി വരുന്നത്. Many times we Christians have failed to reflect the reality of the Bible to the people. വാസ്തവത്തിൽ വേദപുസ്തകത്തിന്റെ യാഥാർത്ഥ്യത്തെ മറ്റുള്ളവരുടെ മുമ്പാകെ പ്രതിഫലിപ്പിക്കാൻ നമ്മൾ ക്രിസ്ത്യാനികൾ ഇത് പരാജയപ്പെട്ടു പോയിരിക്കുകയാണ്. And we see that we have represented Christ in a very bad way to the Gentiles, to the world outside. ലോകത്തിലുള്ള ജാതികളുടെ മുമ്പാകെ യേശുക്രിസ്തുവിനെ അവതരിപ്പിച്ചിരിക്കുന്ന വഴി തന്നെ അല്ലെങ്കിൽ രീതി തന്നെ വളരെ തെറ്റായ രീതിയാണ്. Some people go to the worship like as they go to the dentist clinic. ചില ആൾക്കാർ ദൈവാലയത്തിലേക്ക് പോകുന്നത് ഈ പല്ലെടുക്കുന്ന ഡോക്ടറെ എടുക്കാൻ പോകുന്നവരാണ് പോകുന്നത്. Have you seen somebody sitting in dentist clinic? നിങ്ങൾ ഈ പല്ല് എടുക്കുന്ന ഡോക്ടറെ എടുക്കുന്ന ആൾക്കാർ വന്നിരിക്കുന്നുണ്ടോ? Very sad. വളരെ മിണ്ടാൻ All പറ്റാതെ. swollen up on one side. Now we don't come to the house of God like that. I will praise you, O Lord, with my whole heart. I will show forth all your wondrous works. I will be glad and rejoice in you. I will praise your name, O Most High. My foes are destroyed from before you. The wicked uprooted, forgotten. God has established his throne forever. He shall judge the world in righteousness. I will praise you, O Lord, with my whole heart. I will show forth all your wondrous works. I will be glad and rejoice in you. I will praise your name, O Most High. The Lord is a tower for the oppressed, a refuge in times of distress. Those who know your name put their trust in you, who forgets not those who cry to you. I will praise you, O Lord, with my whole heart. I will show forth all your wondrous works. I will be glad and rejoice in you. I will praise your name. I will praise your name. I will praise your name, O Most High.